നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. ഒഡീസയിൽ തോറ്റ നാമാവിശേഷമായ BJD കോൺഗ്രസുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്ന് അതിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള ഒഡീസയുടെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള നവീൻ പട്നായിക് വ്യക്തമാക്കുകയാണ്. ഒഡീസയിൽ കോൺഗ്രസുമായി സഖ്യം ചേരുന്നത് ഏറ്റവും നിർണായകമാണ്. BJDയിൽ നിന്ന് തന്നെ കോൺഗ്രസിലേക്ക് ആളുകൾ കുത്തൊഴുക്കിലേക്ക് പോകുന്നത് ഉൾപ്പെടെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ തീരുമാനം. ശക്തമായി BJDയെ പിന്തുണയ്ക്കുന്നവർ ഇപ്പോഴും നിലവിലുണ്ട്. അവരും കോൺഗ്രസുമായി സഹകരിക്കണം, ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകണം, അതല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടിനോടൊപ്പം നിൽക്കണം. ഏതെങ്കിലും ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായാൽ മാത്രമേ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന് ബിജു ജനതാദളിന് നന്നായി അറിയാം. ഒഡീസയുടെ മണ്ണിൽ കഴിഞ്ഞ 24 കൊല്ലം മുഖ്യമന്ത്രിയായിരുന്നു. ഇപ്പോൾ മോഹൻ ചരൺ മാഞ്ചി ഭരിച്ച് കുളമാക്കുകയാണ്. എന്നാൽ പാർലമെന്ററി ജീവിതത്തോട് താൻ നിശബ്ദത പുലർത്തുന്നത് എന്തുകൊണ്ട് എന്ന് ഇതുവരെയും തുറന്ന് പറഞ്ഞിട്ടുമില്ല. നമുക്കറിയാം, ഇന്ത്യൻ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു ഉൾപ്പെടെ നവീൻ പട്നായിക്കിൻ്റെ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്ന വ്യക്തിയാണ്. നിരവധിയായ BJP നേതാക്കളെ വലിയ തോതിൽ അദ്ദേഹം പ്രശംസിച്ചിട്ടുണ്ട്. പക്ഷേ ആ BJP തന്നെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അള്ളുവെച്ച് ബിജു ജനതാദളിനെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞ് പൊളിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. ഒരിക്കലും അത് അംഗീകരിക്കാനാകില്ല, ക്ഷമിക്കാനാകില്ല എന്നുള്ളതാണ്. നിലവിൽ ഒഡീസയുടെ നിയമസഭയിൽ 14 MLA മാത്രമേ ഉള്ളൂ എങ്കിലും ക്രിയാത്മക പ്രതിപക്ഷമായി കോൺഗ്രസ് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളുടെ ഐക്യം അത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒഡീസയിൽ കുറച്ചുകൂടി വ്യക്തമായി പ്രതിഫലിക്കുന്നത് കൊണ്ട് തന്നെ ഇനിയുള്ള സാഹചര്യങ്ങൾ ഒഡീസയിൽ കോൺഗ്രസിന് അനുകൂലമാകും എന്ന വിചാരമാണ്. എന്നാൽ BJDയുമായി പരിപൂർണമായി സഹകരിക്കണമോ, അതോ ഒഡീസയിൽ കോൺഗ്രസ് വിചാരിച്ചാൽ വലിയ തോതിൽ ഒറ്റയ്ക്ക് തന്നെ പോരാടി BJPയെ തറപറ്റിക്കാനുള്ള കെൽപ്പ് നേടിയെടുക്കാൻ കഴിയുമോ? ഇതെല്ലാം ആലോചനയിൽ ഉണ്ട്. നമുക്ക് ഇന്ത്യ മുന്നണിയിൽ കൂടുതൽ സഖ്യകക്ഷികൾ ചേരുന്നത് നല്ലതാണ്. തമിഴ്നാട്ടിൽ നിന്ന് സ്റ്റാലിൻ്റെ TVK ആയിരുന്നാലും അതുപോലെ തന്നെ മറ്റ് ചില പ്രാദേശിക പാർട്ടികളായിരുന്നാലും ഒക്കെ ആന്ധ്രയിൽ YS ജഗൻമോഹൻ റെഡ്ഡി വേണമെന്നും ഇല്ല എന്നും അഭിപ്രായം പറയുന്നില്ല. ഒരു നിസ്സംഗ മനോഭാവത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലവിലുള്ള പ്രകടനമെല്ലാം. എന്നാൽ ബിജു ജനതാദളിലെ പല നേതാക്കളും തുറന്നടിക്കുന്നുണ്ട്, കോൺഗ്രസുമായി സഹകരണത്തിലേക്ക് പോയാൽ മാത്രമേ ഒഡീസയിൽ ഇനി പിടിച്ചു നിൽക്കാൻ പറ്റൂ. ജനങ്ങൾ അതല്ലെങ്കിൽ ഒരു രീതിയിലും BJDയെ തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത വിധം തള്ളി ചെളിക്കുണ്ടിലേക്ക് ആഴ്ത്തുമെന്ന് അവർക്ക് നന്നായി അറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒഡീസയുടെ മണ്ണിൽ കോൺഗ്രസിനാണ് ഏറ്റവും കൂടുതൽ ഇമേജ് നേടിയെടുക്കാൻ കഴിയുന്നത്. അവിടെ പ്രതിപക്ഷത്തിരിക്കുന്ന MLA ഏക MP ആയിക്കോട്ടെ, അവരെല്ലാം മികവാർന്ന രീതിയിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. ദേശീയ നേതൃത്വത്തിൻ്റെ പരിപൂർണമായ സമ്മതത്തോടെയാണ് സംഘടന അഴിച്ചുപണി ഉൾപ്പെടെ ഒഡീസയിൽ നടക്കുന്നത്.